പാകിസ്ഥാനെ കൊണ്ട് വലിയ തൊല്ലയല്ലോ അച്ഛമ്മേ. ഈ യുദ്ധം കൊണ്ടൊക്കെ എന്താ അവർക്ക് പ്രയോജനം ഉണ്ടായത്? ഇന്ത്യ കുറെ ടെററിസ്റ്റ് ക്യാമ്പ് തീർത്തു. പിന്നെ ചൈനയുടെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് മിസൈൽ ടെസ്റ്റ് ചെയ്തു. എല്ലാം വെറും ഉടായിപ്പെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. പിന്നെ തുർക്കിയുടെ കുറെ ഡ്രോണും അത് ഇന്ത്യക്കാരെ ആമ്പിള്ളേർ തൂക്കി. പിന്നെ ഫ്രാൻസുകാർ അവരുടെ റാഫേൽ വിമാനം പരീക്ഷിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ പരീക്ഷിച്ചു. ചുരുക്കത്തിന് നമ്മൾ പകരം വീട്ടി പാകിസ്ഥാൻ ഗോവിന്ദ. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരുത്തനുണ്ട് ട്രംപ് ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ നടത്തുന്നത്. ഓപ്പനുണ്ടല്ലോ മുക്കാലി കെട്ടി ചമ്മട്ടിക്കളിക്കണം. എന്തായാലും ഇനി പാകിസ്ഥാൻകാരൊന്ന് പേടി എടി ഇന്ന് നോക്കിയിട്ട് ആരും ബെല്ലടിച്ചു. ഇനി അവന്മാരെങ്ങനെ നമ്മളെ ആക്രമിക്കാൻ വന്നാലേ മിസൈൽ ഒന്നും ഇടണ്ട, നല്ല ഓടപ്പടക്കം കൊണ്ടിട്ടാൽ മതി. എക്സാക്ട്ലി. ചേച്ചി ഈ മുതലിനെ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകാം. എത്ര പകലാണ് ഈ മനുഷ്യന് മനസ്സിലാവില്ല. പകല് കൂടി തുടങ്ങി. ഇല്ലടി ഇന്നലെ രാത്രി തുടങ്ങിയതാ, ഇപ്പൊ പകലായി പോയി. എന്തിനും ഒരു ന്യായം പറഞ്ഞിട്ട് വന്നേക്കാം മുട്ടിക്കാനായിട്ട്. ചേച്ചി ഇത് അത് ഞാൻ പച്ചക്ക് കത്തിക്കാൻ വേണ്ടി രണ്ടെണ്ണത്തിനെ കൂടെ കൂട്ടുകാരെ നശിക്കാനായിട്ട് മര്യാദയ്ക്ക് കയറി വെച്ചാത്തേക്ക് രണ്ട് വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ. ഓ നോട്ടക്കാനും വേല നിൽക്കാനും വേല ആടി ആടി നടക്കണില്ലേ? അവരല്ലേ ഇരുന്ന് ചോറ് അയാൾക്കട നിങ്ങളുടെ മോൻ കാണിക്കാനായിട്ട് നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ സെലിബ്രിറ്റിയാ. ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ സെലിബ്രിറ്റികളൊന്നും പ്രതികരിക്കാറില്ല. പിന്നെ ഒരു സെലിബ്രിറ്റി എനിക്ക് ഇന്ന് ഇതിന് സമാധാനം ഉണ്ടാക്കി തരാം. എടി ഭീകരതയും സമാധാന ചർച്ചയും ഒരുമിച്ച് പോകില്ലെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന്റെ ഭീകരതയും കൂടെ നിർത്താൻ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോന് ഭയങ്കര സപ്പോർട്ടാണല്ലോ. ഫോൺ എടുക്കാനുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്ക്, ഞാനൊരു കാര്യം പറയാൻ പോവാ. അത് ഞാൻ അറിഞ്ഞു. ഓ നിങ്ങൾ ഇനി മേലാ മദ്യം കൈകൊണ്ട് തൊട്ട് പോരും. ആ കൂട്ടുകാരൻ മറ്റവനൊക്കെ നീ കണ്ടുപോരും. നിങ്ങളുടെ തലയെ തൊട്ട് സത്യം ചെയ്യും. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാനാ പറഞ്ഞേ. ഇന്ന് എനിക്കൊരു തീരുമാനം അറിയണം. സത്യം ചെയ്യ്, തലയെ തൊട്ട് സത്യം ചെയ്യ്. ഓഹോ എന്തൊരു ഉത്സാഹം തല സത്യം ചെയ്യാൻ. അയ്യ എന്റെ തല പൊട്ടി തൊട്ട് പോകട്ടെ. അതിന് കളിമണ്ണ് പൊട്ടിത്തെറിച്ചാൽ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അതെ എന്റെ തല കളിമണ്ണായതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്റെ തലയിലായത്. വേണ്ട ബുദ്ധിയുള്ള തന്നെ വിളിക്കാം. നിങ്ങളുടെ മോനെ തന്നെ വിളിച്ചേക്കാം. അവന്റെ തല തൊട്ട് സത്യം ചെയ്താൽ മതി. വന്നടാ എടാ ഓടി വാറ അങ്ങോട്ടോ. ഇനി നിങ്ങൾ ഇവന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. ഇനി ഞാൻ മദ്യം കൈകൊണ്ട് തൊടുകയോ എന്റെ കൂട്ടുകാരനെ കാണുകയോ ചെയ്യില്ല. ഇത് സത്യം സത്യം സത്യം. ഇത് പോരെ. ഇനി ഞാൻ കൈ എടുത്തോട്ടെ. ഇത് പറയടി, കൈ കഴിക്കണം. അച്ഛ എന്റെ തല ഒന്നും സംഭവിക്കില്ല, ഞാൻ ഗ്യാരണ്ടി. എടാ നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നത്? ഇതെങ്ങനെ കരയാതിരിക്കും? അമ്മ അതിന് ചെയ്തല്ലേ വെച്ചേക്കാം. കുടി 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 ഒറ്റ വലി കുടിച്ചോ. നല്ല ഓക്കെ കേട്ടിക്കോ. എനിക്ക് വിഷമം സഹിക്കാൻ പറ്റില്ലടാ. എടാ അതിന് നീ എന്തിനാ കരയുന്നേ? ഞാൻ നിന്നെ കാണണമെന്നില്ല, മദ്യം കൈ കൊണ്ട് തൊടണമില്ല. അതല്ലടാ, തിരുവല്ലയിലും ബിവറേജിന്റെ കോടോൺ കത്തി 10 കോടിയുടെ മദ്യമാടാ പോയത്. ആ തിരുവല്ലക്കാരന്റെ വിഷമം ആലോചിച്ചപ്പോ എനിക്ക് സങ്കടം വരുവാടാ. നിനക്ക് സങ്കടമൊന്നും പറ്റില്ല? പിന്നെ എനിക്കും സങ്കടമില്ലാണ്ട്. അത് കണ്ണ് കെട്ടിയേക്കണ കാരണം അത് മൊത്തം പെട്ടെന്ന് വലിഞ്ഞു പോകുന്നല്ലേ, പുറത്തേക്ക് വരുന്നില്ല. അതാരാ അറിയാത്തത്? ആ കത്തിച്ചന്റെ വീട്ടില് നക്സൽ ആക്രമണം. എന്റെ പൊന്നടിയാ, ഞാൻ പേടിച്ചു വിട്ടു. ഇനി നിന്നെ കാണാൻ പറ്റില്ല, നിന്റെ ഒപ്പം വെള്ളടിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ടച്ചിങ് സൈഡിൽ 2 ചക്ക ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഐഡിയ വന്നത്